ആലപ്പുഴ ഹരിപ്പാട് കൈക്കുഞ്ഞിനെ ആനയുടെ തുമ്പിക്കൈയിലിരുത്തി പാപ്പാന്റെ സാഹസം. പാപ്പാന്റെ കയ്യിൽ നിന്നും വഴുതി ആനയുടെ കാൽ ചുവട്ടിൽ വീണ കുഞ്ഞ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ആ ദൃശ്യം ആദ്യമാ നടക്കുന്ന ദൃശ്യങ്ങളിലേക്ക്. ബോധമില്ലേ? വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നു. അമൽ, നടുക്കുന്ന ദൃശ്യം, തലനാരിഴയ്ക്കാണ് കുഞ്ഞ് രക്ഷപ്പെട്ടത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കൃത്യമായി പറഞ്ഞാൽ 2 മാസങ്ങൾക്ക് മുൻപാണ് ഈ ആന പാപ്പാനെ കുത്തിക്കൊല്ലുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഹരിപ്പാട് വെച്ചാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നടക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതും കുഞ്ഞിനെ ആനയ്ക്ക് കീഴിലൂടെ വലം വെച്ചാൽ അതിന് ഭയം ഉണ്ടാവില്ല, കുഞ്ഞിന് ഭയം മാറി കിട്ടും എന്നൊരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ മാതാപിതാക്കളുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ ആനയുടെ 1ാം പാപ്പാനും 2ാം പാപ്പാനും ചേർന്ന് കുഞ്ഞിനെ ആനയ്ക്ക് കീഴിലൂടെ വലം വെപ്പിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ തൊട്ടടുത്ത് നിന്ന് പകർത്തിയ നാട്ടുകാരാണ് ഈ വിഷയത്തെ ചോദ്യം ചെയ്തും ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. ഈ വലം വെപ്പിക്കുന്നതിനിടയിൽ ആനയുടെ കൊമ്പിൽ കുഞ്ഞിനെ കയറ്റി ഇരുത്തുകയും കുഞ്ഞ് അവിടെ നിന്നും താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആനയുടെ കാലിന്റെ ചുവട്ടിലേക്കാണ് ഈ 6 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന കുഞ്ഞ് വീണത്. തലനാരിലേക്കാണ് കുഞ്ഞ് രക്ഷപ്പെട്ടതെന്ന് കാണാൻ സാധിക്കും. അങ്ങേയറ്റം നടക്കുന്ന ദൃശ്യങ്ങളാണ്. ശ്വാസമടക്കി പിടിച്ച് മാത്രമേ ഈ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാനാവുകയുള്ളൂ. ഏതായാലും പോലീസ് ഊർജിതമായ അന്വേഷണമാണ് മാതാപിതാക്കളുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരാരെല്ലാമാണ് എന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സോന. അമൽ, ഈ പാപ്പാന്റെ പേര് വിവരങ്ങളോ ആരാണ് ഇദ്ദേഹം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ? ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ? നിലവിൽ ഈ പാപ്പാന്റെ പേര് വിവരങ്ങൾ നമുക്ക് പുറത്തു വരുന്നില്ല. ഏതായാലും ഈ പാപ്പാൻ ഇപ്പോൾ ഹരിപ്പാട് സ്വദേശി തന്നെയാണ് എന്നൊരു വിവരം മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും പാപ്പാന്റെ കൂടുതൽ വിവരങ്ങൾ തന്നെ വരും മണിക്കൂറുകളിൽ ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തെ അതീവ ഗൗരവത്തോടുകൂടി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ശിശുക്ഷേമ സമിതി അടക്കമുള്ളവർക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ ചില പരാതി നൽകുകയും ഉള്ള ശ്രമത്തിലാണ് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഏതായാലും ഈ ദൃശ്യങ്ങളെ ചുറ്റിപ്പറ്റി വലിയ രീതിയിലുള്ള ജനരോക്ഷമാണ് ഹരിപ്പാടും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. സോന. അമൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണല്ലോ ഇതല്ലേ? ഇപ്പോൾ എങ്ങനെയാണ് ഇത് വെളിച്ചത്തേക്ക് വന്നത്? സോന, 2 മാസങ്ങൾക്ക് മുൻപാണ് ഈ ആന ഒരു പാപ്പാനെ കുത്തിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ദൃശ്യങ്ങൾക്ക് മാസങ്ങളുടെ പഴക്കമൊന്നുമില്ല. അടുത്ത നാളുകളിൽ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഉണ്ടായത്. 1-2 ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായൊരു സംഭവമാണിത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ നാട്ടുകാരെ ചൊടിപ്പിച്ചത് ഇത്രയും അപകടകാരിയായിട്ടുള്ള ഒരു ആനയ്ക്ക് കീഴിലൂടെ ഈ കുഞ്ഞിനെ കടത്തിക്കൊണ്ട് പോയി എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു അന്ധവിശ്വാസത്തിന് ഈ കാലഘട്ടത്തിലും മാതാപിതാക്കളുടെ അനുമതിയോട് കൂടി തന്നെ ഇത് ചെയ്തു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന നാട്ടുകാരുടെ സംഭാഷണങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു. അങ്ങേയറ്റം ദോഷത്തോടു കൂടി ഇങ്ങനെ ചെയ്യരുത് എന്ന് അവരോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കാതെ ഈ കുഞ്ഞിനെ ആനയ്ക്ക് ചുറ്റിനും വലം വെപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ പാപ്പാന്റെയും 1ാം പാപ്പാന്റെയും 2ാം പാപ്പാന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായത്. ശരി, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.